ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാ തങ്കേ. ആ കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല. ഏത് കൂട്ടുകെട്ട്? തോക്കിനകത്ത് കയറി അങ്ങ് വെടിവെക്കാതെ പറയുന്നതങ്ങ് മുഴുവനും കേക്ക്. അവനവനിൽ കൂടിയ ആൾക്കാരുമായുള്ള ബന്ധം അപകടം. അവര് വലിയ ആളുകളാ. കാര്യം കഴിഞ്ഞാ അവര് കൈമലത്തും. പിന്നെ അനുഭവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ഇടപാടും ഞങ്ങൾ തമ്മിലില്ല. ഇല്ലെങ്കിൽ വേണ്ട. നീയും പെണ്ണ്, ഞാനും പെണ്ണ്. നീ എന്നെക്കാൾ ഇളയതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കൊള്ളുന്നേ കൊള്ളു, തള്ളുന്നേ തള്ളു. കാലത്തെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടങ്ങ് തെണ്ടാൻ. ഇങ്ങനെ ഒരുത്തനാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്. എങ്ങോട്ടാ കാലത്തെ? എനിക്ക് അടിയന്തരമായി ഒരിടം വരെ എത്തേണ്ടതുണ്ട്. ഈ നിമിഷം വരെ നാണിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. കണ്ടില്ല. ഒടുവിൽ വഴിമധ്യേ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങി. പ്രതീക്ഷ സഫലമായി. എന്നാ ചെല്ല്. വാ കൊച്ചേ. പിന്നെ ഒരു ലഘു നിവേദനമുണ്ട്. എന്ന് വെച്ചാൽ ഒരഭ്യർത്ഥന. അത്യാവശ്യമായി ഒരു 50 പൈസ കിട്ടിയാ കൊള്ളാം. ഒരു സുപ്രധാന യാത്രയ്ക്ക് വേണ്ടിയാണ്. എന്നാ പിടി. കൊണ്ടുപോയി തിന്നെ. ഭക്ഷണപരമായ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതല്ല ഈ വൻതുക. എന്ത് പറയാനാ എന്റെ മോളെ? ഈ കവടി നേരത്തോ സംസ്കൃതവും പറഞ്ഞുകൊണ്ട് നടന്നാ വയറുന്നറിയോ? അരി വാങ്ങാൻ കാശ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം. എന്ത് ചെയ്യാനാ? വേലുണ്ണൻ എങ്ങോട്ടാ കാലത്തെ തന്നെ? തങ്കക്കുട്ടിയുടെ മുഖത്തെന്താ ഒരു വാട്ടം? ചെവി കേൾക്കാൻ വയ്യായോ? എങ്ങോട്ടാന്നാ ചോദിച്ചത്? എന്ന് വെച്ചാ കാലത്തെ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് കയറി കണിയാൻ ചേട്ടനെ കാണാൻ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ചെന്നപ്പോ പുള്ളി ഓടില്ല, നാണിയമ്മയും ഇല്ല. പിന്നെന്താ ചെയ്യാനാ? ഇങ്ങ് പോന്നു. നാണിയമ്മ ഈ പാവപ്പെട്ടോളെ ആർക്കും വേണ്ടല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വേണ്ടെന്ന് പറയോ? ഒന്ന് ചിരിച്ചേ. ചിരിക്ക. ഞാൻ പോട്ടെ. എന്റെ ചാള ചീഞ്ഞു പോകും. അതല്ലേ ഞാൻ പോട്ടെ. പോട്ടെ. എന്റെ അടുത്ത് തോന്നിയ ദിവസം കാണിക്കരുത്, പറഞ്ഞേക്കാം. എന്താ കാര്യം? അതാ പിള്ളച്ചേണ്ട സ്ഥലം അറിഞ്ഞൂടായോ? നിന്നെ പോലെ ആപ്പയിപ്പിക്കുന്ന ഇരിക്കാനുള്ളതല്ല. അതിനിപ്പോ ഒരു വന്നില്ലല്ലോ. വരുമ്പോഴെഴുന്നേറ്റാ പോരെ? ജീവൻ വേണേ എഴുന്നേറ്റോ. അങ്ങേര് വന്നാ ചോദിക്കാനും പറയാനും നിൽക്കത്തില്ല. ഒറ്റ വെട്ട തുണ്ടൻ കണ്ട. ഒന്നുകൂടെ ഒടിയാശാനെ. വരുന്നുണ്ടല്ലോ. നിങ്ങൾ മാറിയിരുന്നു. വെള്ളത്തിലിരിക്കെ. എന്താ ഉണ്ടോ പരമാ വിശേഷം? അങ്ങനെ കഴിയുന്നു. ഒന്ന് ഒഴിക്കട്ടെ കേട്ടാ. പിന്നെ നിന്റെ മരമോന്ത കാണാനാണോ ഇങ്ങോട്ട് ഓടിക്കതച്ചു വന്നത്? മരമോന്ത ഒന്നുമല്ല. പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാ. ഷടേന്ന് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു. 4 എണ്ണം ഒറ്റയടിക്ക് അടിച്ചാൽ ക്ഷീണം മാറത്തില്ല. അതുപോലത്തെ പണിയായിന്ന് പണിത്. ആ ഗോവിന്ദപ്പിള്ള മൈസൂരിട്ട് തെക്കേ അതിരിക്കുന്ന ആഞ്ഞിലി കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോന്ന്? മാർത്താണ്ഡവർമ്മയുടെ കാലത്തോളം പഴക്കമുണ്ടെന്നാ പറയുന്നതിന്. ഏത് കാലത്തെ പഴക്കമുള്ളതിലും കൊള്ളാം. ഒത്ത ഒരു സാധനമാണ്. 4 പേര് പിടിച്ചാൽ പിടിമുറ്റത്തില്ല. അവനെ അല്ലയോ 2 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ താഴെ ഇട്ടത്. രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക. എന്തുവാടാ കൊഞ്ഞ സന്ധിക്കുന്ന ചിലക്കണത്? ഞാൻ നാളെ ചെറുക്കല്ലോ. നാന്നു. ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ ഇവിടെ.
രാമ എടി രാമ തങ്കേ, രാമ രാമ നീ അകത്ത് പോയി തീനെ കുടിക്ക്. രാവണാന്തക മുകുന്ദ രാമ രാമ പരമ രാമ 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 പരമ രാവണാന്തക മുകുന്ദ രാമ രാമ പരമ രാമ രാമ രാമ. അപ്പൊ എന്റെ തുള്ളി പെൻസിൽ എവിടെ? അപ്പൊ മറന്നുപോയി മക്കളെ, നീ നാളെ ആട്ടെ. നീ എണ്ണം കേട്ടോളെ. അപ്പം വിളിച്ചോ? നിന്നെയല്ല, നിന്റെ തള്ളേനെ. എവിടെയോള്? ആത്തുണ്ട്. ആ, ഇങ്ങോട്ട് വിളിക്കേ. അമ്മയുടെ അപ്പം വിളിക്കുന്നു. ഇതാ എന്നെ വിളിച്ചോ? വിളിച്ചോന്നെ. പിന്നെ നിന്നെ നന്ദനാണ് വിളിച്ചേ. എന്തുവാ? എന്തുവന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? മൂദേവി പോയി ചുള്ളവരെ എടുത്തോ അടി. എള്ളി വന്നിരിക്കുന്നു കയ്യും വീശി. പിന്നെ എന്തുവാ വീശേണ്ടത്? നിന്റെ വെഞ്ചാമരം. പോയി ചൂടുവെള്ളം എടുത്തോ അടി. ഓ, ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ കൊട്ടോടി. അതിന്റെ പുറത്ത് ഇത് കഴുത്തിയാൻ അറിഞ്ഞോടയും. അതാ ഇതിലും ഭേദം. ഇത്രയും ചാരായം കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പുറത്ത് നീ കറുപ്പും. വേണ്ട, അങ്ങനെ ഇപ്പം സുഖിക്കണ്ട. ഇടി കൊള്ളേണ്ടത് ഞാനാ. മനസ്സിന്റെ ഇപ്പം വെള്ളം തരാം. ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചാൽ തരാതെ ഉള്ള മുഴുവൻ മത്സ്യം തിന്നുകാൻ വേണ്ടി. മൂദേവി, നീ തരത്തില്ലല്ലേ? പിന്നെ കൊമ്മാലും തരത്തില്ല. നീ തരത്തില്ലല്ലടി ആറുവാണിച്ച്. അത് ഇങ്ങോട്ട് തള്ളയാ. എന്താടി നീ കളിക്ക് പറയൂ. മൂദേവി, നീ എന്നെ കളിക്കാറ് എല്ലടി. നിന്നെ നീ ഞാൻ മാറിയില്ലേ? ഇവിടെ നീ ഞാൻ കൊന്നിക്കോളൂ. എണ്ണം കിട്ടവൾ കളിക്ക് പറയല്ലേ? ഓ, മോള് കുഞ്ഞിനെ ഉറക്കുകയാണ്. ശബ്ദം ഒന്ന് കുറച്ചാ വേണ്ടില്ല. വെറുതെ ഇരിക്കപ്പാ, അയൽവക്കത്ത് മനുഷ്യരുണ്ട്. ആ, എന്നാ പോയി കിടന്ന് ഉറങ്ങിയട്ടെ. ഇല്ലേ, ഇനി ഞാൻ കമാന്നും മിണ്ടത്തില്ല. ഇവിടെ വന്നിരുന്നേ. അമ്മേ, കാലമണി വിധി വിട്ട് ചാവത്തേ ഉള്ളൂ. നോക്ക് തങ്കെ, അമ്മ പറയുന്ന വല്ല കാര്യമുണ്ടോ? അപ്പു വീട്ടിൽ നിന്ന് പോയാ പിന്നെ ആരാ ഉള്ളത്? അത് ശരിയാ. അല്ലെങ്കിലും എന്തിനാ ചേച്ചി ഒരുപാട് പൈസ? മില്ല സ്വത്തുമൊക്കെ ഇല്ലേ? അതുപോരെ? അതെ, നമ്മുടെ പുള്ളിക്കാരനും അത് തന്നെയാ പറയുന്നത്. പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ? അപ്പോ നാളെ ശനി, സെക്കൻഡ് സാറ്റർഡേ. വാവച്ചേ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോകാം. ഇന്ന് എന്താ ചേച്ചി വിശേഷം? ഇന്ന് കൊച്ചിന്റെ അച്ഛൻ വരുന്ന ദിവസമാ. അമ്മ എന്താ ഉണുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനും രുക്മിണിയുടെ പിന്നെ ഉണ്ടോളാം. പുതുമയൊന്നും വേണ്ട, എല്ലാം പതിവും പാരമ്പര്യം പോലെ അങ്ങ് നടന്നേച്ചാ മതി. ആ, ചന്ദ്രനും 2 ദിവസം കാണില്ലേ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോ അമ്മേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം അമ്മ ഉദ്ദേശിക്കുന്ന എന്തോന്ന്. എനിക്കും. നീ മിണ്ടായിരിക്കടാ, ആഹാരം കഴിക്ക്. എന്തൊക്കെയുണ്ട് തങ്ക വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നീയല്ലേ വിശേഷം പറയേണ്ടത്? എനിക്കെന്തോ അമ്മ വിശേഷം. മാട് പോലെ പണിയെടുക്കും, 1-ാം തീയതി ശമ്പളം പറ്റും, അത്ര തന്നെ. ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് വല്ല മുറുക്കം കടയും തുടങ്ങിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. പിന്നെ പിന്നെ ആലോചിക്കും. അപ്പോ നീയാണോ ഭർത്താവ്, ഞാനോ? അത് ശരിയാ. അലയുടെ ചോദ്യം. കാണുമില്ലല്ലോ. വല്ലവരും കാണും, വെറുതെ ഇരിക്കും. തങ്കേ, ചേട്ടന് ഇത്ര വെള്ളം കൊണ്ട് കൊടുക്കാം. അതിനെവിടെ ചേട്ടൻ? അപ്പുറത്തുണ്ട്. കണ്ടോ, കുരുത്തക്കെട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞോളൂ. ഇതൊക്കെ ഒരു രസമല്ലോ. അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. അപ്പോ തങ്കേ, എന്റെ മുറിയിൽ ഇത്തിരി ചുക്കൊള്ളാൻ പറ്റാ കേട്ടോ. കൊള്ള